ഇന്നലെ ഞങ്ങള് ഈ നിൽക്കുന്ന രാകേഷിന്റെ ടീമിന് 3 സെറ്റും അതിനാണം കിട്ടിയ രീതിയിൽ റിവെഞ്ച് വിളിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഇവിടെ നമ്മൾ വോളിബോൾ കളിക്കുന്നു. എത്ര കളി കളിക്കുന്നു അത്രയും കളി ഞങ്ങൾ തന്നെ പാസ്സാവും. അതൊക്കെ വേണോ? അത്രയ്ക്ക് വേണം. അടുത്ത കളി തുടങ്ങിയോടെ പറഞ്ഞു ഞാൻ ഇവന് എന്റെ കഴിഞ്ഞ വീഡിയോന്റെ തമ്മിലിട്ട് വിറ്റു ഇവന് ആ വീഡിയോ ഇല്ലേ ഇതിന്റെ തന്നില്ലായിരുന്നു എന്റെ മുഖത്തേക്ക് പറഞ്ഞു. നീ സുന്ദരനല്ലേ? ഞാൻ സുന്ദരൻ നീ നാട്ടിലറിയ ഇവിടെ എന്തോ വലിയ കോൺഫിഡൻസ് നമുക്ക് അത് നോക്കാം. എന്താ ഔട്ടാണ് ഗൈസ്. ഇതിപ്പോ മെഗാ സീരിയൽ പോലെ ഇതിപ്പോ 2 മാസം കൊണ്ട് കളിക്കും. വിസലൊന്നും അടിക്കണില്ല. അതിന് മുമ്പ് കളി കഴിഞ്ഞൂടെ? വിസലൊക്കെ അടിക്കണം. അവിടെ കളി കളിച്ച് പോയിന്റ് അവരെന്നെ ആള് വന്നു പോണു. കോക്കൊക്കെ തലേ വന്ന് വീഴുക. ആഴ്ചയായിട്ട് ഞങ്ങൾ ഇത്രയും ഞങ്ങൾ SNAയുടെ പ്രോഗ്രാം പങ്കെടുക്കാൻ വന്നേക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ വേറെ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളായൊന്നുമില്ല. ഞായറാഴ്ച ഇപ്പൊ റൂമിലിരുന്നാലും നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇതിന് കാര്യം ചെയ്യുന്നല്ലോ. ചെയ്യാൻ എല്ലാവരും നോക്കണം പോലെയൊക്കെ തോന്നുന്നുണ്ട് നോക്കിയാൽ. എനിക്കിപ്പോ എന്താ there is no social anxiety. അതാണ് ഞാൻ പറഞ്ഞ മെയിനായിട്ടുള്ള കാര്യം. ഒന്നറിയില്ല, വെറുതെ അങ്ങോട്ട് നോക്കി വിസിലടിക്കുക. ഇതിന്റെ പേര് ബാഡ്മിന്റൺ. അതെ, ബാഡ്മിന്റൺ എന്ന് പറയുന്നു. ഇത് കാര്യം തന്നെ പുതിയ ആൾക്കാര് ആരാണത്? നമ്മളെ പഠിപ്പിക്കുന്ന. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡെൽവിൻ, സ്നേഹ സമ്പൂർണയും അതീവ വിനീത കുലീനയുമായ ശ്രീ ഡെൽവിൻ ഒളിമ്പിക്സിന് ജഡ്ജ് ചെയ്യാൻ വന്നിരിക്കുന്നവരായിരിക്കും. അതെ, നടക്കുന്ന കളി എന്തോടെ നടക്കുന്നുണ്ട്. എന്തായിരിക്കും അപ്പൊ സെക്കൻഡ് ടൈമിൽ പ്ലേ ചെയ്യുമ്പോൾ ഇവർക്കാണ് ലക്ക് കിട്ടിയത്. അതായത് 2 വട്ടം കളിക്കാനുള്ളത്. അതാണ് നമ്മൾ ടോസ് ഇട്ട് പിള്ളേരെ കളി. സൂര്യ ഇറങ്ങണ്ട്, ഗ്രീനിയർ ഇറങ്ങണ്ട്. നമ്മളങ്ങനെ അടുത്ത് കളിക്കാറാണ്. അടുത്ത കളി നമ്മളെയാണ് സപ്പോർട്ട് ചെയ്യുക. സപ്പോസ് എല്ലാവരും മണിബെല്ല് അടിച്ചു പൊട്ടിച്ചാൽ മതി. അടുത്ത് നമ്മൾ കയറാൻ പോകും. ഇപ്പോൾ കൺഫ്യൂഷൻ, ഔട്ടാണോ ഔട്ടല്ലേ, ടെൻഷൻ. എനിക്ക് ഇനി മത്സരം കയറണം ഭയങ്കര ടെൻഷൻ. ഈ നാണൊന്നുമില്ല, വെറുതെ പറഞ്ഞ എനിക്ക് ടെൻഷനില്ല. എന്തിനോ ടെൻഷൻ ഇങ്ങനെ യോഗത്തിന്റെ അവിടെ ചലക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാരുടെ കലിപ്പായി ആൾക്കാർക്ക്. ഇവിടെ കളി തുടങ്ങി വീണ്ടും. എല്ലാം തോറ്റു. സങ്കടം ഉണ്ടോ? നമുക്കൊരു സപ്പോർട്ട് ചെയ്യാം. നമ്മളെ ആൻഡ്രാണ് ഒരു ടീം, ബാക്കി ഒരു കൂട്ടം ജനങ്ങൾ എതിർ ടീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ കൈ കഴുകാൻ പോണ വയ്യാ. ഇന്നും വയ്യ കഴിച്ചു, കാരണം ഇന്നലെയും വയ്യായിരുന്നല്ലോ. അപ്പൊ ഇന്നും വയ്യായിക ആണ്. ഇന്ന് കൈ കഴുകി. ഇപ്പൊ അടുത്തെന്തോ മത്സരം ഉണ്ടോ? ഞാൻ ത്രോ ബോൾ ഞാൻ ഇവിടെ കളിക്കാണ്ട് ആഷിന്റെ കഴുത്തും കിട്ടും. ഗൈസ്, എൻ്റെ അനിയൻ ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആണ്. ത്രോ ബോള് അവൻ പിന്നെ അത്യാവശ്യം സോഫ്റ്റ് ബോൾ, ബേസ്ബോൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനാൾ റെഫറിയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എന്തില്ല, സ്ഥാനമില്ല. കാരണം എന്താ, ഇതെന്തിയുള്ള റാങ്കും സമ്മാനം 5 ഷോക്കേസിലും വെച്ച് നമ്മളൊരു ഗുണമില്ലാത്തവനാക്കിയിട്ടില്ല. അപ്പം ഏതെങ്കിലും ഒരു വഴി ഇതൊന്നും രക്ഷപ്പെടാം എന്നുള്ള സ്കീമിലാണ് ഞാൻ എന്തുടങ്ങിയ. അങ്ങനെയല്ല, എനിക്ക് എൻ്റെ മനോവിഷമം മാറ്റണം. എനിക്കെങ്ങനെ സന്തോഷിക്കണം. അതാണ് ഞാൻ മെയിനായിട്ട് ഇത് കൂടെ കാണുന്നത്. അതിനിപ്പോൾ ആരും എന്ത് പറഞ്ഞു എനിക്കൊന്നും ഇല്ല. ചേട്ടേ ഞാനൊരു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് ഞാൻ വിട്ടുപോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദമ്മ എല്ലാവരും നോക്കാൻ എന്തൊക്കെ ഈ നാറി കാണിച്ചിട്ട് വരണം. ഒരാൾക്ക് നമ്മളിഷ്ടമല്ലേ വെറുതെ. പെൺപിള്ളേരുണ്ടെങ്കിൽ അച്ചുണ്ട് അവിടെ. എൻ്റെ പൊന്നച്ചു, നീ നിർത്താറായില്ലേ? എങ്ങനെയുണ്ട് പെൺപിള്ളേരൊക്കെ? എന്തിനാടാ ഇങ്ങനെ ചെയ്യണേ? ഇവിടെ കമ്മിയർ കൊള്ളാലോ കാണാൻ. ഡ്രസ് അടിപൊളി, സൂപ്പർ. മറ്റേനേക്കാൾ അടിപൊളി. കഴിഞ്ഞ ദിവസം പരിപാടി കിട്ടുന്നേക്കാൾ സുന്ദരിയായിട്ട്
ഓഹോ കണ്ട ഒരു കാര്യം കിട്ടിയപ്പോ അവിടെ ഇന്നിവിടെ ആരാ പറഞ്ഞത് കാണാൻ ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ എന്നിട്ട് അഹങ്കാരല്ലേ ഒരു രസത്തില് കാണാൻ അപ്പോഴോ പോയി പണി പഞ്ചാബിന് ടീമായിട്ട് വന്നതാണ് നല്ല വീഡിയോനെ കുറ്റം പറയാനായിട്ട് ആൽഫിമോളെ മുഖം കണ്ടില്ലെന്നല്ലേ ആൽഫിമോളുടെ മുഖം കണ്ടില്ല എന്റെ സ്നേഹ അയ്യോ ഞങ്ങൾ ബ്ലോഗിൽ നിന്ന് അറിയും എന്ത് ചത്തിരിക്കണേ എന്നാ മഴയാണ് ഗൈസ് അങ്ങനെ നമ്മള് നിങ്ങളെ കളിയാക്കണുള്ളൂ നിങ്ങളുടെ ബസ്സിലായത് ബോയ്സ് ഉള്ളേ അരുൺ മാത്രം ഞാൻ ഇവിടെ ഇടിച്ചോണ്ടല്ലോ നിന്റെ ഇവിടുത്തെ അല്ല പിന്നെ എടി നമ്മള് ഇതൊക്കെ കഴിഞ്ഞ ഞങ്ങള് അടുത്ത വർഷം ഞങ്ങള് പിന്നെ എടി നിങ്ങളെ നമുക്ക് നാട്ടുകാരെ കാണിക്കണ്ടേ ഇങ്ങനത്തെ ജന്തുക്കളൊക്കെ നാട്ടിലുണ്ടെന്ന് അറിയട്ടെ അല്ല പിന്നെ ജന്തുക്കളെന്ന് എല്ലാവരും കയറേണ്ടത് ഓടിക്കുന്ന വീഴെല്ലാവരും അവിടെ മരിക്ക് വീണു ചാവാൻ കാണിക്കണ മഴയല്ലേ ആസിഡൊന്നും അറിയില്ല